നവജാത ശിശുക്കളുടെ കൊലപാതക വാർത്തയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. തൃശൂർ പുതുക്കാടാണ് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടി എന്ന് പറയുന്ന വാർത്ത എത്തിയിരിക്കുന്നത്. അത് കൊലപാതകമാണോ എന്ന കാര്യത്തിൽ പോലീസിന്റെ വിശദമായ പരിശോധന നടക്കുന്നു. ഇപ്പോൾ ലെവിൻ കെ വിജയൻ ചേരുന്ന വിവരങ്ങളുമായി. ലെവിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? കൊലപാതകമാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ? ലക്ഷ്മി, ഇന്ന് നമ്മളെയൊക്കെ ഞെട്ടിച്ച വാർത്തയാണ് തൃശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി യുവാവ് നടത്തിയ വെളിപ്പെടുത്തൽ. 2 നവജാത ശിശുക്കളെ കൊന്ന് കുഴിച്ചുമൂടി എന്നുള്ളതായിരുന്നു ഇയാൾ പറഞ്ഞത്. പക്ഷേ ഇതിൽ ഒരു മരണം മാത്രമാണ് കൊലപാതകം എന്ന് വ്യക്തമാക്കുന്നത് പോലീസ്. ആദ്യത്തേത് ഈ പ്രതിയായിട്ടുള്ള ഭവിനെ ഇപ്പോൾ പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയാണ്. ഭവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതിലൊരു കൊലപാതകം നടന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഭവിനും സുഹൃത്തായ അനീഷയും കഴിഞ്ഞ 5 വർഷത്തിലേറെയായി പരിചയക്കാരാണ്. 3.5 വർഷത്തിലേറെയായി ഇവർ പ്രണയത്തിലാണ്. 2020 ഫേസ്ബുക്കിലൂടെയാണ് ഇവർ പരിചയപ്പെടുന്നത്. ഇവർ പരിചയപ്പെട്ടതിന് ശേഷം സൗഹൃദം പ്രണയമായി മാറുകയും പിന്നീട് അത് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന നിലയിലേക്കൊക്കെ ബന്ധം മാറുകയുമായിരുന്നു. 2024 ആദ്യ കുട്ടി ജനിച്ചു. ആ കുട്ടി പുക്കിൾക്കൊടി കഴുത്തിൽ ചുറ്റിയ നിലയിലായിരുന്നു ജനിച്ചു വീണത്. ജനിച്ച സമയത്ത് തന്നെ കുഞ്ഞ് മരണപ്പെട്ടതായി ആണ് അനീഷ മൊഴി നൽകിയത്. അനീഷ 2024 ആദ്യ കുഞ്ഞ് ജനിക്കുമ്പോൾ സ്വന്തം വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റുള്ള ആളുകളോടൊന്നും താൻ ഗർഭിണിയാണെന്നുള്ള വിവരം അറിയിക്കാതെ ഈ അനീഷ അത് സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം ഈ കുഞ്ഞിൻ്റെ മൃതദേഹം മരിച്ചെന്ന് മനസ്സിലായതോടുകൂടി വീടിന് പരിസരത്ത് തന്നെ കുഴിച്ചിടുകയായിരുന്നു. കുഴിച്ചിട്ടപ്പോൾ മറ്റുള്ള ആളുകൾക്ക്, അയൽക്കാരടക്കമുള്ള ചില ആളുകൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തോന്നൽ ഈ പെൺകുട്ടിക്ക് തന്നെ ഉണ്ടായി. ഇതേ തുടർന്ന് ഈ വിവരങ്ങൾ ഈ സുഹൃത്തായിട്ടുള്ള ഭവിനെ അറിയിച്ചു. ഭവിൻ മൃതദേഹം അത് അഴുകിയതിനു ശേഷം അസ്ഥികൾ തൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ അനീഷയോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനിടയിൽ 2024 പെൺകുട്ടി വീണ്ടും ഗർഭിണിയായപ്പോൾ ഈ കുഞ്ഞിനെ ഇരുവരും ചേർന്ന് പ്ലാൻ ചെയ്ത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് ഇവരെ പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമാക്കിയതായി മനസ്സിലാക്കാനായതായി റൂറൽ SP B കൃഷ്ണകുമാർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അനീഷ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം സ്വന്തം സ്കൂട്ടറിൽ ഈ ഭവിൻ എന്ന സുഹൃത്തിൻ്റെ ആമ്പല്ലൂരിലുള്ള വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. വെള്ളിക്കുളങ്ങരയിൽ നിന്നും ആമ്പല്ലൂരിലേക്കാണ് ഈ മൃതദേഹം രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹം എത്തിച്ചത്. ഭവിൻ അത് കുഴിച്ചിടുകയും പിന്നീട് അത് അസ്ഥിയായി മാറിയതിനു ശേഷം ഈ അസ്ഥി പെറുക്കി സൂക്ഷിക്കുകയുമായിരുന്നു. സ്വന്തം വീട്ടിൽ തന്നെ ഈ 2 അസ്ഥികളും സൂക്ഷിച്ചു. ഈ കാര്യങ്ങൾ ചില സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളുടെ ഉപദേശം അനുസരിച്ചുകൊണ്ട് ഭവിനെ ചില വിവരം ലഭിച്ചു, അതായത് ചില ഉപദേശം ലഭിച്ചു. കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ മരിച്ചു പോയാൽ അത് വലിയ ദോഷമാകും. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടേതായിട്ടുള്ള അസ്ഥികൾ നിമജ്ജനം ചെയ്യണം, കടലിൽ കൊണ്ടുപോയി ഒഴുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ വെച്ചു. അതോടൊപ്പം ആ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇയാൾ ഇത് വീട്ടിൽ സൂക്ഷിച്ചു. ഇതിനിടയിൽ ചില ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നത് ഈ 2 പേരും, ഈ യുവതിയും യുവാവും തമ്മിൽ ഈ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പിണക്കങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ പെൺകുട്ടിയെ കൂടി കാണാം. അനീഷ എന്ന 21 വയസ്സുകാരി, ഇയാളാണ് കേസിൽ രണ്ടാമത് പ്രതിസ്ഥാനത്തുള്ള കുഞ്ഞുങ്ങളുടെ അമ്മ. അങ്ങനെ അത്തരത്തിൽ ഈ വിധത്തിൽ 2 പേരും ചേർന്ന് പ്ലാൻ ചെയ്താണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് പുലർച്ചെ 12:30യോടുകൂടിയാണ് ഈ യുവാവ് ഭവിൻ മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഈ അസ്ഥികളും മറ്റുമായി എത്തിയതിന് ശേഷം ഇവരെ അറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറയുകയായിരുന്നു. ഈ സംഭവങ്ങൾക്ക് പിന്നിലുള്ള കഥകൾ പറയുകയായിരുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുൻപ് റൂറൽ SP നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഇരുവരും ഈ 2 കുട്ടികളുടെ ജനനത്തിന് ശേഷവും ഇരുവരും ബന്ധം തുടർന്ന് വരികയും പെൺകുട്ടി മറ്റൊരാളുമായി സൗഹൃദം ഉണ്ടാകുമെന്നുള്ളൊരു സംശയം ഉണ്ടാവുകയും പലതവണ ഇതേ ചൊല്ലി വഴക്കുണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ആ വഴക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയും ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. വാക്കുതർക്കത്തിനൊടുവിലാണ് തന്നെ ഒരു കൊലപാതകയാക്കി ഒറ്റയ്ക്ക് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു കാര്യം ഈ അനീഷയോട് ഭവിൻ പറഞ്ഞതിന് ശേഷം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തി രാത്രി തന്നെ ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ചാലക്കുടി DYSPയെയും അതോടൊപ്പം തന്നെ തൃശൂർ SPയെയും ഒക്കെ ഈ കാര്യങ്ങൾ അറിയിച്ചു. വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു. പെൺകുട്ടിയെ രാവിലെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ നടത്തി. മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഇവർ തമ്മിൽ ഉള്ള ബന്ധവും
ഈ കൊലപാതകം എന്ന് സംശയിക്കുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വിശദമായി തന്നെ ചോദിച്ചറിയാനും ഈ പുതുക്കാട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു. ചാലക്കുടി ഡിവൈഎസ്പി അതിരാവിലെ എത്തി രണ്ടുപേരെയും വീണ്ടും ചോദ്യം ചെയ്തു. 10 മണിയോടുകൂടി SP കൂടി എത്തി, തൃശ്ശൂർ റൂറൽ SP കൂടി എത്തി. ഇരുവരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയുന്നത്. SP-യുടെ നിർദ്ദേശപ്രകാരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഉന്മേഷ് ഇവിടെ എത്തുകയും ഈ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളായിട്ടുള്ള അസ്ഥികൾ അത് മനുഷ്യരുടേത് തന്നെയാണ്, കുഞ്ഞുങ്ങളുടെ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ 2 വിവരങ്ങളാണ് പോലീസ് പ്രധാനമായും ഇപ്പോൾ അത് അടിസ്ഥാനപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ആദ്യത്തെ കുഞ്ഞിൻ്റെ കൊലപാതകമാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞിൻ്റേത് കൊലപാതകമാണെന്നുള്ള സംശയം ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായി പറയുന്നില്ലെങ്കിൽ പോലും രണ്ടാമത്തെ കുഞ്ഞിൻ്റേത് കൊലപാതകമാണെന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 ആളുകളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം അറസ്റ്റ് രേഖപ്പെടുത്തും. കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാകും പ്രതികൾക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോകുക. ഇനിയുള്ളത് പോലീസ് അന്വേഷണ സംഘത്തെ ഉള്ള അടുത്ത നടപടിക്രമങ്ങൾ എന്നുള്ളത് ശാസ്ത്രീയ പരിശോധനകളാണ്. ഫോറൻസിക് പരിശോധനകൾ, DNA പരിശോധനകൾ അടക്കം ഇനിയും നടക്കേണ്ടതുണ്ട്. ഈ അസ്ഥികൾ മാത്രം ഡോക്ടർ ഉന്മേഷിൻ്റെ നേതൃത്വത്തിൽ പ്രാഥമികമായി പരിശോധിച്ചത് മനുഷ്യരുടേത് തന്നെയാണോ എന്നുള്ള ഉറപ്പ് വരുത്തുകയായിരുന്നു. ഈ പരിശോധനയിൽ തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ പരിശോധിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെയും മൊഴികളുമായി വേരിഫൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് അവർ പറയുന്നതിൽ സാധ്യതയുണ്ട് കൊലപാതകം എന്നുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. ഇനിയും വിശദമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്, ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഈ 2 പേരെയും അവരവരുടെ വീടുകളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഭവിൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഈ കാര്യങ്ങളെക്കുറിച്ച് മറ്റു ചില സുഹൃത്തുക്കളോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അവരെയും ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി അന്വേഷണ സംഘം അവരെയും അവരുടെ മൊഴിയും രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഈ വീട്ടുകാരുടെയും ബന്ധുക്കളുടെ അടക്കമുള്ള മൊഴി രേഖപ്പെടുത്തും. ഏതായാലും ഈ 2 പേരും തമ്മിൽ 2020 മുതലാണ് പരിചയം. അതിനുശേഷം പ്രണയമായി മാറുന്നു. പിന്നീട് അത് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന നിലയിൽ ബന്ധം വളരുന്നു. അതിനിടയിൽ ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. വാക്കുതർക്കത്തിനിടയിൽ തനിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ തന്നിൽ നിന്ന് ഈ യുവതി വിട്ടുപോയാൽ അവരെ മറ്റൊരു രീതിയിൽ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ അസ്ഥി സൂക്ഷിക്കുന്നു. അതിലൊരു കൊലപാതകം എന്ന് നടക്കുന്നത് യുവതിയോട് ഇയാളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് കൊലപാതകം. ആദ്യത്തേത് ജനിച്ച ഉടനെ തന്നെയാണ് കുട്ടി മരിച്ചതെന്നുള്ള യുവതിയുടെ മൊഴി പോലീസ് ഇപ്പോൾ താൽക്കാലികമായി അത് വിശ്വാസത്തിലെടുക്കുന്നു. പക്ഷേ അത് കൊലപാതകമാണോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വിശദമായ പരിശോധനകളും തുടർന്നുള്ള അന്വേഷണങ്ങളും നടക്കും. പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചായിരിക്കും ഈ അന്വേഷണം നടക്കുക. ചാലക്കുടി തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് തലവൻ ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അസ്ഥി പരിശോധന തുടങ്ങിയിട്ടുണ്ട്. വിശദമായ പരിശോധന ഈ വിഷയത്തിൽ ഏതായാലും പോലീസിന് ആവശ്യമുണ്ട്. ലെവിൻ കെ വിജയനാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്.